ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. മുളന്തുരുത്തി നിന്നുള്ള ഫുട്ബോളേഴ്സ് വെൽക്കം. കോച്ചിനും പ്രത്യേക സ്വാഗതം. നമ്മളോടൊപ്പം രണ്ടുപേര് കഴിഞ്ഞ ഉത്സവം തൊട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഒന്നുകൂടി സ്വാഗതം ഏകാം. ലെറ്റ്സ് വെൽക്കം ഉർവശി ചേച്ചി. ലെറ്റ്സ് വെൽക്കം ടൊവിനോ തോമസ്. ഒപ്പം നമ്മുടെ രണ്ട് കാര്യക്കാരെയും സ്വാഗതം ചെയ്യാം. തിരിച്ചേട്ടൻ, പ്രചോദേട്ടൻ. ഇനി ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന അടുത്തൊരാളും കൂടിയുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉത്സവം തുടങ്ങി കുറെ നാളെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്ന കാലം തൊട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മിമിക്രിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചിലരെയൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ കുറേ നാളുകളായ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ ദാ ഇപ്പോൾ കൊണ്ടുവരുന്നത്. മിമിക്രി റിയാലിറ്റി ഷോയിൽ നിന്നും ഇന്ന് മലയാള സിനിമയിൽ ഇദ്ദേഹമില്ലാത്ത സിനിമയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര കണ്ട് സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഹരീഷ് കണാരൻ. ഇവിടെ കിട്ടിയത് വലിയ സന്തോഷമായി. കാരണം എത്രയോ നാളായിട്ട് ആഗ്രഹിക്കണാണ് കോമഡി ഉത്സവത്തിൽ നിങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത്. 2-3 തവണ വിളിച്ചപ്പോ ഞാൻ എന്താ അവിടെ ഒന്ന് പറയാനാണെന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുണ്ടെന്ന് കേട്ടു. ശരിയാ. അതെന്താ കാര്യം? എനിക്ക് അങ്ങനെ പറയാറില്ല. അതുകൊണ്ടാ വരാതെ. അതൊന്നുമല്ല, സമയമില്ലാത്തോണ്ട് വരാത്തത്. വീട്ടിൽ പോ സമയമില്ല പുള്ളിക്ക്. ഏത് എപ്പിസോഡ് അല്ല ഏത് സിനിമയിൽ നിന്ന് ഏത് സിനിമയിലോട്ടാണ് പോകുന്നതെന്ന് ഇപ്പൊ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മുടെ അമ്മ ഷോയിനും അവിടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചിട്ടൊക്കെ കാണാൻ പറ്റി. അപ്പൊ തീർച്ചയായും എന്റെ ഉമ്മാന്റെ പേര് എന്ന് പറയുന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രമാണ്. ടൊവിനോയുടെ കൂടെ മുഴുവൻ സമയവും സന്നദ്ധ സഹചാരിയായിട്ടുണ്ടല്ലേ. എന്താണ് ഇതിനകത്ത് ക്യാരക്ടർ? അതില് കൂടപ്പുറപ്പിന്റെ പോലെ ഉള്ള ഒരു ക്യാരക്ടർ. കൂടപ്പുറപ്പിനെ പോലെയുള്ള ക്യാരക്ടറാണ്. ഫുൾ ലെങ്ത് ഹ്യൂമറാണ് അതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നതും അല്ലേ? ആണ്. ഓക്കെ. അപ്പോ കോമഡി ഉത്സവത്തിനെ കുറിച്ച് കാണാറുണ്ടോ? കാണാറുണ്ട്. നല്ല പരിപാടി, അടിപൊളി. നല്ല പരിപാടിയാണ്. താങ്ക് യു. അല്ല, ഈ സ്റ്റേജിൽ നമ്മൾ കുറെ പരിപാടി ചെയ്തതാ. അതെ. ടൊവിനോ കൂടെ കുറെ ദിവസം അല്ലെ ഒരുമിച്ച് അഭിനയിച്ചതാണ്. എങ്ങനെയായിരുന്നു ഹരീഷ് കണാരൻ? ഞങ്ങള് മറ്റേ ഒരു വായിലുണ്ട് ഒരു പാത്രത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇതിനിടയ്ക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ കഴിച്ചു കൂട്ടിയ ഭക്ഷണത്തിന് യാതൊരു കയ്യും കണക്കുമില്ല. അയ്യോ എന്റെ അമ്മേ. അവിടെ സിദ്ദിഖ് പറയും മറ്റേ കോഴിക്കോട് മാമക്കോഴ വെച്ച് ബാക്കി എല്ലാരും കൊന്ന് കറി വെച്ചിട്ടുണ്ടെന്ന്. അത്രയും സിദ്ദിഖ് പറഞ്ഞതാണ്. ഇത്രയും സാധനങ്ങൾ, അതായത് ഇറച്ചി, മീൻ, കല്ലുമുക്കായ, ഇതെല്ലാം. അതാകുമ്പോ എന്റെ ട്രെയിനർ ഉണ്ടായിരുന്നു. മറ്റേ ഞാനിപ്പോ കുറച്ച് വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കല്ലുമുക്കായിൽ കൈ വെക്കുമ്പോഴത്തേക്ക് എന്റെ ട്രെയിനർ ഇങ്ങനെ നോക്കും, ഞാൻ തിരിച്ചെടുക്കും. അപ്പൊ പുള്ളി അതിരുന്ന് കഴിക്കും. പുള്ളിക്ക് കഴിക്കാമല്ലോ, ഞാനാണല്ലോ വരാം. അതേപോലെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് മറ്റേ നല്ല നാടൻ കോഴി, നല്ല തേങ്ങ അരച്ച കറിയൊക്കെ ആയിട്ട് ഈ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മലബാറുകാരുടെ. അതിപ്പോ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ് ഇത്. ഞാൻ അവിടെ കൂടെ അത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിട്ട് ചേച്ചിക്ക് ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അല്ല, ചിക്കനിന്റെ കഥ വിട്ടേക്കൂ. ആ കല്ലുമേക്കാന്ന് പറഞ്ഞ എന്റെ അടുത്ത ബന്ധുവാണ്. ഇട്ടില്ല ഞാൻ ഇതിന് കോമ്പൻസേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇതിന് കാവിലമ്മേ ഞാൻ. അല്ല, പക്ഷെ ഞാൻ ചോദിക്കണത് ഇതെല്ലാം കേട്ടിട്ടും മറ്റേ മിഥുനത്തിലെ ഇന്നസെന്റ് ഏട്ടൻ നിൽക്കണ പോലെ തന്നെയാണ്. അതാണ്. അത്രേ ഉള്ളൂ. ഒരൊറ്റ ആഗ്രഹം പറഞ്ഞോടെ. പണ്ട് നിങ്ങൾ സ്റ്റേജിലൊക്കെ ചെയ്തോണ്ടിരുന്ന ദിലീപ് ഏട്ടനെ ഇമിറ്റ് അത് ഒരെണ്ണം ചെയ്യും. സല്ലാപത്തിലെ ദിലീപ് ഏട്ടൻ. മറക്കേ എങ്ങനെ മറക്ക? ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയുമ്പോ മറക്കാനും, സ്നേഹിക്കാൻ പറയുമ്പോ സ്നേഹിക്കാനും. ഞാൻ ആരല്ലേ? ആരുമല്ല. സ്നേഹം തന്നതല്ലോ, പിടിച്ചു മേടിച്ചതല്ലേ. പരിഹസിക്കരുതിട്ടോ വയറ്റിപ്പഴപ്പ, ജീവിച്ച പൊക്കോട്ടെ. പുതിയ കാലഘട്ടം ദിലീപ്. മീശ മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷേ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല. കള്ളൻ മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്രയും കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ. ഒരാഗ്രഹം കൂടി ചോദിച്ചോട്ടെ. ആ ജാലിയം കണാരന്റെ 2 ഡയലോഗ്. ജാലിയം വാലാബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മതില.
ഈ മതിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് കയറ്റുക ബ്രിട്ടീഷുകാർ. ആ ഞാനൊക്കെ മുന്നിൽ ഓടി കയറിയിട്ടുണ്ട്. മറ്റേ ആ നോട്ടിന്റെ അതെന്ന് പറയാം. ഈ നോട്ടിൻ്റെ കഥ നിങ്ങൾക്ക് നോട്ടിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാരൊക്കെ കൂടി നോട്ടടിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തേന്ന്, എൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു എന്തിനാന്ന്. നോട്ടിനകത്ത് വെച്ചടിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോ പ്രശ്നം താല്പര്യമില്ല, നിങ്ങൾ ആരാച്ചാ വെച്ചടിച്ചോളി. ഞാൻ പറഞ്ഞു ഗാന്ധിജീനെ വെച്ചടിച്ചോളെ. അങ്ങനെ അവനൊരു തൃപ്തി ഇല്ലാണ്ട മനുഷ്യനെ വെച്ചടിച്ച് ഇവർക്ക് തൃപ്തിയായി. ഇവരെന്താ എൻ്റെ ഫോട്ടോ തന്നെ വേണമെന്ന് വാശിടിക്കണേ. ഇത് ചെലവാവണ്ടേ. ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും എല്ലാം പറഞ്ഞ ഉടനെ ഒറ്റയടിക്ക് ചെയ്തില്ലേ? അല്ല, അപ്പൊ നമുക്ക് നടന്മാരെ ഇത്രയും നല്ല ഗിഫ്റ്റ് തന്ന ഹരീഷിന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ലേ? കൊടുക്കണം. ഹരീഷിന് ഗിഫ്റ്റുമായി സജേഷ്. ലെറ്റ്സ് വെൽക്കം സജേഷ്. സജേഷേ, എന്തോ നമുക്ക് ഹരീഷ് കണാരന്റെ ശബ്ദം. ഇന്നലെ ഞാൻ തുള്ളി ഉറങ്ങിയില്ല. മറ്റേ അമൃതരെ കാട്ടിക്കൂട്ടാക്കി ശീതള്. നീ കാട്ടിൽ നിന്ന് പുലി കുത്തോ ആന അടിക്കോ ഒന്നും പറയാൻ പറ്റില്ല. നീ ഇതൊക്കെ പറയുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. ഷെഡ്ഡി ഫിനാൻസ് വേറെ എന്തൊക്കെ പേരുണ്ടല്ലേ. എന്നാലും എൻ്റെ സങ്കടം കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച പഴയ നാടകം എനിക്ക് ഓർമ്മ തന്നെ. യോഗ ഇല്ലമ്മണി ആ പായ അങ്ങോട്ട് മണിക്കോളി. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടുമെന്ന് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ പണ്ട് നാട് കിട്ടോ എൻ്റെ അച്ഛനൊന്ന് സെർച്ച് പറഞ്ഞു. ഞരമ്പുവാസം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റിലീസ് കിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? നന്നായി, അടിപൊളി. ഇത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ മുമ്പ് തൃശ്ശൂരല്ലേ തൃശ്ശൂര് കോഴിക്കോട് ശൈലി പറയുന്ന ആദ്യമായിട്ട് അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹരീഷ്. അത്രത്തോളം ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് ബിജുക്കുട്ടൻ അനുകരിക്കുന്ന ഒരാളാണ് കേട്ടോ. ചേച്ചി കണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുത്തു. അടി അയ്യോ ഒന്നും പറയല്ല. കാരണം 2 ദിവസമായിട്ട് വരാൻ പറ്റില്ല. അല്ല ഇതിപ്പോ 3ാമത്തെ എപ്പിസോഡ് സജീഷ് ഒന്ന് ചെയ്യണ്ട. പക്ഷേ ടിനി ഞാൻ ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പൊ ഷൂട്ട് എടുക്കാണ് നമ്മളിപ്പോ ദുബായില്. അയ്യോ ഹരീഷിനോട് പറയാനില്ല. കാരണം അത്രയ്ക്ക് ടിറ്റോട്. ഹരീഷ് എന്നെ കാണുമ്പോൾ ബിജു കൂടെ ചെയ്യാൻ പറയും. ഞാൻ പറയും ഹരീഷ് ചെയ്യാം. അതുപോലെ അയ്യോ ഒന്നും പറയാല്ല. വേറെ ലെവലാണത്. സജേഷിന്റെ കൈ പിടിച്ച് തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോവാം. എന്നിട്ട് നമ്മുടെ കൂടെ ഈ ഒരു ഉത്സവത്തിൽ ഗസ്റ്റ് സീറ്റിലിരിക്കാം പ്ലീസ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, സെബലൻ ഗ്ലിസറിൻ ബോഡി ലോഷൻ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ണർ വണ്ടർലയിൽ വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലിലേക്ക് പോകാം. ചടുല നൃത്തച്ചുവടുകളുമായി വേദികളിൽ ആവേശം പകരുന്ന ഒരു മുംബൈ വാല, കാണികളെ അമ്പരപ്പിക്കുന്ന മാസ്മരിക പ്രകടനങ്ങളുടെ കളിക്കൂട്ടുകാരൻ സംഗത് വാല. കഴിഞ്ഞ 8 വർഷങ്ങളായി ഹിപ് ടോപ്പ്, ബച്ചാറ്റ, ലിറിക്കൽ ഹിപ് ടോപ്പ് തുടങ്ങിയ വൈവിധ്യമാർന്ന നൃത്ത ഇനങ്ങളിൽ അത്ഭുതം രചിക്കുകയാണ് ഈ 29കാരൻ. പുതിയ പരീക്ഷണങ്ങളും ഇടറാത്ത ചുവടുകളുമായി നടനയാത്ര തുടരുന്ന, നൃത്തം തപസ്യയാക്കിയ സംഗത് വാലയ്ക്ക് സ്വാഗതം കലയുടെ ഈ ഉത്സവവേദിയിലേക്ക്.
നാഷണൽ പെർഫോമർ ആണ്. കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. Thank you so much, all of you. So Sangat Wala, do you watch Comedy Ulsav? Yes, I have followed this show from last 1.5 year. I was very excited to be a part of this show. I have followed this show from last 1.5 year. So my dream was like I want to perform one day in this show. So thank you so much and thank you judges. Thank you so much. Vidya, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അതെ. ഏത് ഷോയിലാണ് അപ്പൊ അത്? You have performed in other shows as well, no? No, I have performed this On television? Yes, Which show? Udaya TV. Udaya TV. Udaya I've TV. seen before. Yes. in हिंदी में भी परफॉर्म किया ना आप? हाँ, हिंदी में भी परफॉर्म किया था इंडियाज कौन गॉट से? टैलेंट में. इंडियाज गॉट ആ टैलेंट. ഇന്ത്യ ഗോട്ട് ടാലന്റ് में परफॉर्म किया. ആ, അതിന്റെ India Got Talent. വിഷ്വൽ കട്ട് ചെയ്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്കും നമ്മൾ മാജിക്കും ഇതുപോലെ ടെക്നിക്സ് ഉണ്ടെങ്കിലും നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഇതിപ്പോ എന്താണെന്നുള്ളത് അത് ആ ഒരു ഷോയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ അത്രക്ക് പെർഫെക്ഷനും ട്രെയിനിങ്ങും ആണ്. അതാണ് പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ്. Okay. ഓസം. Thank you so ഒന്നും much. പറയാനില്ല, സൂപ്പർ. Thanks a lot, sir. Thank you so much. ഹരീഷ്, ഭയങ്കര ടൈമിങ് ഇങ്ങനെ കയ്യും ഞെട്ടിപ്പോയി. the timing is awesome is what he said. Thank you, sir. ഉർവശി, എനിക്ക് ടോവി പറഞ്ഞു തന്നു ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ചില സംഗതികളൊക്കെ എന്താണെന്ന് ഞാൻ ടോവിയോട് സംശയം അല്ല പക്ഷെ ആദ്യം എനിക്കും ഡൗട്ട് ആയിരുന്നു ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ള നടക്കുന്നു സംശയം എന്നുള്ളത് ഏത് കൈയാണ് യൂസ് ചെയ്യുന്നത് എന്താണ് ഇത് എന്താ സംഭവം എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സൂപ്പർ പെർഫോമൻസ്. Thank you so much, ma'am. Thank you. Mind blowing performance, bro. Thank you so much, sir. Thank you. The hand body coordination was amazing. That I knew that technique. At some point, I thought that you had 3 hands. It was so perfect. Thank you so much. പ്രജോട്ടാ, സംഗീത് ബാല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പ് ടിനി പറഞ്ഞ പോലെ നേരത്തെ നമ്മളിത് കണ്ടിട്ടുണ്ട്. വൈറലായൊരു ഒരുപാട് ഇൻ്റർനാഷണൽ വൈറലായൊരു ഡാൻസാണിത്. പക്ഷെ അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാൻ സാധിച്ചു. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ വരുമ്പോഴാണ് നമ്മുടെ കോമഡി ഉത്സവം ഏറ്റവും അധികം ധന്യമാകുന്നത്. അപ്പോൾ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം. Thank you so much, sir. Thank you. you understood what he said, right? No. He was saying that, I mean, it's great. It's an honor to have you here. Okay. Thank you so much, sir. Thanks. You have some gifts from us. It's indeed an honor to have you here perform for us. Thanks a lot. Thank you. Please come back. Wonderla passes a place where Tovino wants to go for a long time. Sebelin glycerin body lotion. Okay? Let me help you. Eastern Comedy Ulsavam powered by V-Star, Sebelin glycerin body lotion, MyMo Live app and entertainment partner Wonderla-യിൽ ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരവ് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. വർഷത്തോളമായി മിമിക്രി വേദികളിൽ നിരന്തര സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന അധികമാരും അറിയാത്ത പാണൻ പള്ളത്തി എന്ന ചെറുമത്സ്യത്തെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു കലാകാരൻ സുധീർ പറവൂർ. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ എന്ന ഒറ്റ പാട്ടിലൂടെ ഏവരുടെയും മുഖങ്ങളിൽ ചിരി പടർത്തിയ ഈ അസാമാന്യ ഹാസ്യ പ്രതിഭ ഇന്ന് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വതസിദ്ധമായ അഭിനയ പാടവവും ഹാസ്യാനുകരണ മികവും സുധീർ പറവൂരിന് ഇന്ന് സിനിമയിലും ഏറെ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നു. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, പുറത്തിറങ്ങാനിരിക്കുന്ന യമണ്ടൻ പ്രേമകഥ, കക്ഷി അമ്മിണിപ്പിള്ള തുടങ്ങിയ ചിത്രങ്ങളിൽ ഈ കലാകാരൻ തന്റെ അഭിനയ വൈദഗ്ധ്യം അടയാളപ്പെടുത്തുന്നു. സ്റ്റേജ് ഷോകളിലൂടെ വിദേശ മലയാളികൾക്കിടയിലും സ്വീകാര്യത നേടിയ ഇദ്ദേഹം തന്റെ ഹാസ്യപ്രയാണം തുടരുകയാണെന്നും. കോമഡി ഉത്സവ വേദിയിൽ സുധീർ പറവൂരിന് ആദരവ്. ഭയങ്കര ഫാനാണ് കേട്ടോ. Thank you. എന്ന് വെച്ചാല് ഇത് ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മള് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പറയുമ്പോ പോലും ഈ ക്ലിങ്ങോ പ്ലിങ്ങോ സൗണ്ട്സ് ഉള്ള തത്തയും നിങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങും നാടോടിക്കാറ്റ് നമ്മുടെ മിഥിലാജ് തന്നെ ഡയറക്ട് ചെയ്ത നാടോടിക്കാറ്റിലാണ് ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതിലേക്ക് അത് ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം ബാക്കിയുള്ളതിലോട്ട് പോവാം. തീർച്ചയായിട്ടും. ആ പാട്ട് സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിതന്തം ദിഷ്ടത മാത്രയേ
നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി പ്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. അതുപോലെ തന്നെ നമ്മള് അച്ഛൻ എന്താണ് ജോലി? അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഷിപ്പിൽ എന്തായിട്ട് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാത്ത മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛന് കിട്ടും 350 രൂപ. ചേട്ടൻ എന്താ പണി? ചേട്ടൻ ഗൾഫില. ഗൾഫിൽ എന്ത് ചെയ്യുന്നു? ഗൾഫിൽ അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അവിടെ എന്തായിട്ട് അറബിയുടെ കൂടെ എന്തായിട്ട് ജോലി? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് മണലാരണ്യത്തിലിട്ടുണക്കി ദുബായ് മാർക്കറ്റിൽ കൊണ്ടുപോയി ചേട്ടന് കിട്ടും 350 ദിർഹം. ഇത് അത്രയും തവണ കണ്ടിട്ടുള്ള ഈ ഡയലോഗ് എല്ലാം കാണാൻ പാടാണ് കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ഗ്രൂപ്പ് സോങ് ഉണ്ടല്ലോ തുഞ്ചന്റെ, ഞാൻ തന്നെ എഴുതിയ അത് സുധീരേട്ടനല്ലേ എഴുതിയ? അതൊന്ന് കേൾക്കാവോ? കേരള നാടിൻ്റെ ത്യാഗോജ്വലങ്ങളിൽ തൊടുകുറി അണിയിച്ച ഭാരതമേ, കേരള നാടിൻ്റെ ത്യാഗോജ്വലങ്ങളിൽ തൊടുകുറി അണിയിച്ച ഭാരതമേ, തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച, തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച, ഒന്നു കൊത്തു തുഞ്ചത്തൊന്നു കൊത്തു. മാമല നാടേ മാവേലി നാടേ മാറട മാടേ ആടുമാടേ, തുഞ്ചന്റെ തത്തേ തത്തേടെ തുഞ്ച, ഒന്നു കൊത്തു തുഞ്ചത്തൊന്നു കൊത്തു. ഈ നാടോടിക്കാറ്റ് ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെയായിരുന്നു. ഇതെന്തായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? എന്തായിരുന്നു? അത് മിഥില ചേട്ടനാണ് ഡയറക്ടർ. നല്ലതായിരുന്നു. കാരണം അത് ഇവരെ ഓരോന്ന് എൻ്റേത് ഞാൻ നേരത്തെ ഇങ്ങനെ ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഓരോ ഈ പണമ്പള്ളത്തിലൊക്കെ ഓരോരുത്തർ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ റൂട്ടിലോട്ടൊന്ന് കൊണ്ടുവന്നാണത്. നാട്ടിലൊക്കെ സംഭവിച്ച കഥകൾ തന്നെ അത്. അല്ല, വേറെ ഒരു നുണ പറയുന്ന ഒരു വോയിസ് നമ്മള് കോമഡി ഫെസ്റ്റിവലൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലേ? ഏതാണ്? നമ്മളെ കേണല് കുറെ കാരണന്മാരുടെ സൗണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും ആവോളം പണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കസാക്കിസ്ഥാനായിട്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അഭയാർത്ഥികൾക്ക് അക്കരെ കടൽ കടന്നപ്പുറത്ത് പോകണം. അങ്ങനെ ഒരു രാജ്യമുണ്ട്, മോനെ അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കടലിന് കുറുകെ അഭയാർത്ഥികൾക്ക് കടൽ കടന്നപ്പുറത്ത് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാദാഭായ് നവറോജിയും എല്ലാവരും കൈയൊഴിഞ്ഞു പോയി. ഞാൻ അവസാനം ഒരു റോപ്പ് കിടപ്പുണ്ടായിരുന്നു. ആ റോപ്പ് ഇങ്ങ് എടുത്തിട്ടില്ലേ കടലിന് കുറുകെ അങ്ങോട്ട് എറിഞ്ഞ് എന്നിട്ട് അഭയാർത്ഥികളോട് ഞാൻ പറഞ്ഞു ഈ റോപ്പ് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് തൂങ്ങി അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മുത്തുമാലയിലും മുത്തുകുറക്കുമ്പോട്ട് ഓരോരുത്തരെ അങ്ങോട്ട് തള്ളി അങ്ങനെ വിടുകയാണ്. അപ്പൊ എൻ്റെ ഈ തള്ളല് കണ്ടിട്ട് നെഹ്റു എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു കേണല്ലേ എന്ത് തള്ളാടാ നീ തള്ളടേ? അല്ല, നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനി ഒന്നിച്ചൊക്കെ ഇരുന്നില്ലേ. ഇവരുടെ ഈ പെർഫോമൻസ് ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും വരുമ്പോഴും അതൊന്ന് പറയുമോ സുധീര എന്ന് പറഞ്ഞു പറയും. എത്ര കേട്ടാലും മതി വരാത്ത ഹാസ്യത്തിന് കാലാതീതമായ ഹാസ്യം വളരെ അപൂർവമാണ്. എപ്പോൾ കേട്ടാലും നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. ഇപ്പോഴും 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഫോണിൽ ചേട്ടൻ കാണിച്ചു, ശിവചേട്ടൻ കാണിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ചിരിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ ഞാൻ മാത്രം ചിരിച്ച് എനിക്കാണെങ്കിൽ കണ്ണിൽ കൂടെ വെള്ളം നിറഞ്ഞു വരും. ഒട്ടും മടുപ്പുണ്ടായിട്ടില്ല സുധീർ. അത് പോളിഷ് ചെയ്ത് വരികയാണ്. ഇതിനകത്തുനിന്ന് പുതിയ സംഗതികൾ ഉത്പാദിപ്പിക്കണേ കേട്ടോ. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കിയാലോ? ജാലിയൻ കണാരനും ഈ കേണലും കൂടി ഒന്ന് സംസാരിച്ചു ഒരു കോൺവെർസേഷൻ. ഇതിപ്പോ എന്റെ ഉമ്മാന്റെ പേരിന്റെ സ്പെഷ്യലാണ് അല്ലേ? അതെ, ഉമ്മാന്റെ പേര് പടത്തിനെ കുറിച്ച് ജാലിയൻ കണാരൻ പറയട്ടെ. ആ പടം എടുക്കാൻ ഉണ്ടായ സാധ്യതകൾ കണാരൻ വഴിയാണോ? അതിനകത്ത് ഞാനാണ് അതിന്റെ മൊത്തം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്തത്. പിന്നെ പ്രൊഡ്യൂസും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഈ ഡയറക്ടർക്ക് ഒരുവിധ സംഗതി മുഴുവൻ ഞാനാ പറഞ്ഞു കൊടുത്തത്. ഇരിക്കാനറിയില്ല കംപ്ലീറ്റ്. ഇവനാണെങ്കിൽ തെറ്റിച്ച് പിന്നെ രാത്രി വലിയ സംശയങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. മോഹൻ ഏതൊക്കെ രാഗം പറഞ്ഞു? മോഹനം മതി എന്ന് പറഞ്ഞു. ആ പടത്തിന് മോഹനാന്നല്ലേ നല്ലത്. മധ്യമാവധി വേണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കണാരൻ പറഞ്ഞു വേണ്ട. അത്രയ്ക്ക് റേഞ്ചിലേക്ക് വേണ്ടേ? വേണ്ട. അതിന്റെ ഒരു ഇതിനനുസരിച്ച്
മോഹൻ തന്നെയാണ്. അല്ല ഈ കേണലിന് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല കേണൽ ലീസിന് അല്ല അതിപ്പോ പുള്ളി ആ രീതിയിൽ അങ്ങനെ സംസാരിക്കണ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാ അർത്ഥത്തിലും ഞാൻ അംഗീകരിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു ബെഡായി അടിക്കുന്നുള്ളൂ, അതിന്റെ കഥ എൻ്റെ ശരിക്കും പറഞ്ഞു എല്ലാ അർത്ഥത്തിലും. പിന്നെ അങ്ങനെ ഒരു സംവിധാനത്തിൽ പുള്ളി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ആവോളം വിട്ടുകൊടുത്തു. എല്ലാ അർത്ഥത്തിലും ആവോളം അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കേണൽ അപകടമില്ലാതെ രക്ഷപ്പെട്ടെങ്കിൽ പോന്നല്ലോ. അതെങ്ങനെയാണ് ഇത്രയും വെടിവയ്പ്പിന്റെ ഇടയിൽ കേണൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ശരിക്കും ഒരു ദിവസം എന്നാ അമിതാഭ് ബച്ചൻ വിളിച്ചേക്കണേ രാവിലെ തന്നെ, കേരളം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, അതായത് കുറച്ച് തീവ്രവാദികൾ ഇവിടെ നമ്മുടെ കാശ്മീർ താഴ്വരയുടെ അടുത്ത് ടെന്റ് അടിച്ച് കിടക്കുകയാണ്. ആ അതായത് ഐശ്വര്യ റായ് ഞാനായിട്ടുള്ള ഇരിപ്പോശം വെച്ച് നോക്കുമ്പോൾ അമിതാഭ് ബച്ചൻ എന്നെ വിളിക്കാം. അങ്ങനെ വിളിച്ച സ്ഥിതിക്ക് ഞാനവിടെ ചെല്ലണമല്ലോ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5-8 തീവ്രവാദികൾ ഇങ്ങനെ ടെന്റിൽ കിടക്കുകയാണ്. അപ്പൊ എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, അതിലൊരു ഉണ്ടയുണ്ട്, അവർ 5-8 പേരുണ്ട്. ഞാൻ പറഞ്ഞു അവർ എന്തൊക്കെ ചെയ്ത് വിളിച്ചിട്ട് ഇവർ ഇറങ്ങി വന്നില്ലട്ടാ, ടെന്റി കിടക്കണേ. ഞാൻ അവിടെ നിന്നിട്ട് ഒരു അച്ഛൻ്റെ അമ്മയുടെ സൗണ്ട് അനുകരിച്ചാണ്ട് വിളിച്ച്, കുഞ്ഞുമക്കളെ അച്ഛനും അമ്മയാണ് വിളിക്കണത്, ഇങ്ങോട്ട് പുറത്തേക്ക് വാടാ വരി വരിയായിട്ട് എന്ന് പറഞ്ഞു. ഇവർ അച്ഛനും അമ്മയിൽ വരാണ്ടിരിക്കാൻ പറ്റുമോ? വരി വരിയായിട്ട് ഇങ്ങോട്ട് വരെയാണ്. വന്നപ്പോൾ ഞാൻ ഒരു ഓലക്കീറിൻ്റെ ഇടയിൽ കൂടി തോക്കാണ്ട് വെച്ചിട്ട് ഒരു ഒറ്റ കിൽത്തങ്ങടിയിലത്തെ ഇതിനാ ഉണ്ടങ്ങടി ചെന്നിട്ടുണ്ടല്ലോ. 8 പേരെ തുളച്ചിട്ട് 9ാമതിന് ഒരാളുണ്ടാന്നുണ്ട നോക്കി നിൽക്കിയിട്ട് ആ സമയത്ത് ഉണ്ട ചമ്മിപ്പോയി. അവിടെ നിന്ന് ഉണ്ട ചമ്മൽ സഹിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പാഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ കോടനാട് വനത്തിൽ ഒളിച്ചിരുന്ന മറ്റേ നമ്മുടെ ആ വീരപ്പനല്ലേ, വീരപ്പനെ കൊന്നിട്ട് അവിടെ തന്നെ ഉണ്ട സമാധി എന്നാണ് പിൽക്കാലത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എനിക്ക് ഈ ഐഡിയ ഞാനാ പറഞ്ഞു കൊടുത്തത്. പാട്ടുകൾ ഇതേപോലെ കുറെ എൻ്റെ ഒരു പാരഡി ഞാൻ തന്നെ എഴുതിയൊരു പാട്ടുണ്ടായിരുന്നു, നമ്മുടെ നിൻ തുമ്പ് കിട്ടിയിട്ട് ചുരുൾമുടിയിലിൻ്റെ ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ സരസൻ സരിഗമ പാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനെഴുന്നേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. കലവറ കാക്കും പറപൊരിക്കാരൻ മുരളി അലറി വിളിച്ചു സരസാ മകനെ സംഗതി പോരാ ടെമ്പോ പോ. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ സരസൻ സരിഗമ പാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനെഴുന്നേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ. എങ്ങനെയാണ് മിമിക്രിയിലോട്ട് എത്തുന്നത്? മിമിക്രിയിൽ കുറേ വർഷങ്ങളായിപ്പോൾ 10-20 വർഷത്തോളമായി. ആദ്യമൊക്കെ മ്യൂസിക് മാത്രമേ വരുന്നുള്ളൂ, ഞാൻ ഇങ്ങനെയുള്ള കോമഡികളൊന്നുമില്ല. അന്ന് സ്റ്റേജിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഈ ഐറ്റോ കളിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ മ്യൂസിക്കുകൾ ഇങ്ങനെ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് ഒരു പാട്ടായിട്ട് ഇങ്ങനെ ഫീമെയിൽ വോയിസിലൊക്കെ ഒന്ന് പാടുമായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ ഇതിലേക്ക് വന്ന് പിന്നെ ഒരു ഐറ്റത്തിലൊരു പിച്ചക്കാരൻ്റെ ഒരു സാധനം ഗ്യാപ്പിന് അങ്ങോട്ട് കയറിപ്പോണൊക്കെ വന്നപ്പോൾ അങ്ങനെ കയറ്റി വിട്ടു. പിന്നീട് മഴവിൽ മനോരമയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ നമ്മുടേതായ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ. നേരത്തെ ഞാൻ ഓരോന്നും ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴൊക്കെ പറയും. പക്ഷെ അതിനൊരു വേദി കിട്ടിയപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ നമുക്ക് കുറച്ചത് കിട്ടിയത്. യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ഒരു കാലഘട്ടം വന്നപ്പോഴാണല്ലേ കൂടുതലായി അതിനൊരു റീച്ച് കിട്ടിയത്. പിന്നെ ഒരു ദിവസം ഞെട്ടിപ്പോ ഒരു സംഭവം, ഞാൻ ഒരു ഇപ്പൊ കഴിഞ്ഞിടക്ക് ആസിഫ് അലി ഒരു പടത്തില് ഉള്ള സുഹൃത്തായിട്ട് 3 സുഹൃത്തുക്കൾ ഒരാളായിട്ട് ഇങ്ങനെ വേഷം കിട്ടി. അപ്പൊ ടൊവിനോ ചേട്ടനെ പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതിനിടക്ക് യാദൃച്ഛികമായിട്ട് അവിടെ ലൊക്കേഷനിൽ ടൊവിനോ ചേട്ടൻ പെട്ടെന്ന് വന്നങ്ങട്. അപ്പോൾ നല്ല ക്രൗഡൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ടൊവിനോ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് അങ്ങനെ വരുന്ന സമയത്ത് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അടുത്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നാൽ തിരക്ക് പിടിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ടൊവിനോ ചേട്ടൻ അവിടെ നിന്ന് എന്നെ കണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകില്ലാന്നുള്ളത് തീർത്തപ്പോൾ അവിടെ നിന്ന് ടൊവിനോ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ അല്ലേ എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഞാനെന്ന് വെച്ചാൽ
ഞങ്ങൾ ഈ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിന്റെ ഇടവേളകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും പ്ലേ ചെയ്തിങ്ങനെ വെച്ചിട്ട് അത് നോക്കിയിരിക്കലാണ്. അപ്പൊ പ്രധാനമായിട്ട് പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ സാധനമാണ് ഈ ക്ലിഞ്ഞും പിഞ്ഞും. അത് ലൂപ്പാണ്. സുധീർ പ്രഭു, ഈ അടുത്തൊരു കല്യാണ വീട്ടിൽ ഞാൻ നാറിപ്പോയി. പിന്നെ അതായത് എന്റെ വൈഫ് ഈ ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടി ചേർന്നാണ് എന്റെ വൈഫ്, അറിയാല്ല. ഇന്നത്തെ ചിരിയുടെ കാര്യം ഒരു നാളെ മരിച്ച വീട്ടിലായിരിക്കും ചിരിക്കുന്നത്. അപ്പോ ഈ കല്യാണം നിയ ജോയ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ, അപ്പൊ ഞങ്ങളിങ്ങനെ കയറുമ്പോൾ അവർ കുർത്തേക്കിട്ട് വളരെ സ്റ്റൈലിൽ കയറാൻ നേരത്തെ ഇവൻ ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇതാണ് ക്ലിഞ്ഞോ പിഞ്ഞോ എന്ന് പറഞ്ഞു. ഇവളൊരൊറ്റ ചിരി അങ്ങോട്ട് ഇരിച്ചിട്ടേ മൊത്തം ഹോളൊക്കെ സൈലന്റ് ആയി പോയി. ഞാനും ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി വിചാരിച്ചത് അവളുടെ ഡ്രസ്സിനെ കളിയാക്കിയതാണ് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം അത്രക്ക് എപ്പോഴും കേട്ട് ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. പലരും നേരിട്ട് കാണുമ്പോൾ ഇവൻ അങ്ങനെ മനസ്സിലാവില്ല, വളരെ ഡീസന്റ് ആയിട്ടാണ് അല്ലേ. അത്രക്ക് ഹിറ്റാക്കിയ ഒരു സംഭവമാണ് അത് നിസ്സാര കാര്യമല്ല അല്ലേ. ഹരീഷ്, ഞങ്ങൾ കുറെ ഒരുമിച്ച് അംഗം വെട്ടിയതാണ്, വെട്ടിയ ആൾക്കാരെ ഞങ്ങള്. ഭയങ്കര ടോണ് ഭയങ്കര അങ്ങനെ ഭയങ്കര ചേച്ചി. അയ്യോ, എന്താ സുധീറിനോട് പറയണ്ട. എത്ര ദിവസം അല്ലേ നമ്മൾ ഇതുപോലെ ഇരുന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ചിരിച്ച അതേ ചിരിക്ക് ഇന്നൊരല്പം കൂടിയിട്ടേ ഉള്ളൂ സുധീർ, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കാര്യം ഇതിന് ഇതുപോലത്തെ സിമിലർ സാധനങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രധാനമായിട്ട് ഈ ക്ലിഞ്ചോ എന്നുള്ള സാധനമേ ഇതിന്റെ ഈ മോഡുലേഷൻ ഡിഫറൻസസ് ഒക്കെ ഇല്ലേ, തത്തക്കുട്ടി മൂന്നാമത്തെ സാധനത്തിലേക്ക് കയറുകയുള്ളു. അപ്പൊ അത് ഭയങ്കര ഇങ്ങനെ പാടുന്ന കുട്ടികൾക്കാണ് സ്കൂളില് ഫസ്റ്റ് കിട്ടുന്നത്. അതിലൊരാളായിരിക്കും. ബാക്കിയുള്ളവർ നോർമലേ പാടുള്ളൂ. ഈ പുള്ളി കുറച്ചുകൂടി പഠിച്ചതായിരിക്കും, കൂടുതൽ പഠിച്ച ആളായിരിക്കും. അത് മനസ്സിലാകയില്ല ഈ വാക്കുകളൊന്നും. അതിന് ഫസ്റ്റ് കിട്ടും. വെള്ളി എടുക്കുമ്പോൾ വെള്ളി ഒന്ന് കേൾക്കാൻ പറ്റും. താങ്ക് യു ചേട്ടാ. ഈ സുധീർ കോമഡിയെ സീരിയസ് ആയിട്ട് എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം പല പ്രോഗ്രാമിന് സുധീർക്ക് ഞങ്ങൾ ഒന്നിച്ച് പോകാറുണ്ട്. അപ്പോൾ പ്രോഗ്രാം ചെല്ലുന്ന സമയത്തൊക്കെ ചില സ്പോൺസേഴ്സ് ഉണ്ട്, വളരെ സീരിയസ് ആയിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് സുധീറോട് ചോദിക്കും ഇത് മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ. അപ്പോൾ സുധീർ വളരെ സീരിയസ് ആയിട്ട് ഉണ്ട്, എനിക്ക് ഈ പാണമ്പളത്തിയുടെ ബിസിനസ് ഉണ്ട്, അത് എങ്ങനെയാണ്, അത് പ്ലിഞ്ഞാക്കി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാളിത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു 5 മിനിറ്റ് കേൾക്കും. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ സുധീറിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വേദിയിൽ ഇങ്ങനെ ആദരിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷം സുധീറെ. താങ്ക് യു. ഒരുപാട് വേദികൾ കിട്ടട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ പ്രത്യേക ഒരു നന്ദിയുള്ളതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ചാനലിനോട് തന്നെയാണ്, മിഥിലാ ചേട്ടനോട് പ്രത്യേകിച്ചും. കാരണം നാടോടിക്കാറ്റിലാണിത് ഫസ്റ്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു 3-4 വർഷത്തിന് മുമ്പാണല്ലേ ഏട്ടാ, അത് 3-4 വർഷത്തിന് മുമ്പായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അതിൽ ഒരുപാട് ടിക്ടോക്കിലൂടെയും പിന്നെ എല്ലാവരും എത്ര പേര് അതിന് വേണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ? പിന്നെ സുമേഷ് ജനാർദ്ദനൻ. സുമേഷ് തമ്പി എന്ന് പറയാൻ പറ്റില്ല. ടൊവിനോ ഒന്ന് വരും. സുധീരേട്ടന് കോമഡി ഉത്സവത്തിന്റെ വക ആദരം. ഒരു വ്യക്തിയെയും കൂടി ഞാൻ വേദിയിലേക്ക് ഒന്ന് ക്ഷണിച്ചോട്ടെ. വൈസ് പ്രസിഡന്റ് ഓഫ് വണ്ടല ശ്രീ രവികുമാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വണ്ടർലയും കോമഡി ഉത്സവവും ഒരു വിധത്തിൽ സാമ്യമുള്ളവരാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടർല എൻ്റർടൈൻമെൻ്റാണ്, അവിടെ എത്തുന്ന ഓരോ ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കോമഡി ഉത്സവവും നമ്മൾ ഇവിടെ എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി, അറിയപ്പെടാത്ത അനേകം കലാകാരന്മാരെ ഇവിടെ എത്തിച്ച് നിങ്ങൾ കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഒരിക്കലും എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല. അതേസമയം നമ്മൾ അറിയപ്പെടാത്ത കലാകാരന്മാരെ കൂടാതെ ഇപ്പോൾ പ്രമുഖരായുള്ള കലാകാരന്മാരെ ആദരിക്കുന്നു ഇവിടെ. അതും ഈ കോമഡി ഉത്സവം ചെയ്യുന്ന ഒരു ആർക്കും ഇതുവരെ അനുകരിക്കാൻ കഴിയാത്ത ഒരു പരിപാടി. അദ്ദേഹത്തിനുള്ള സമ്മാനം താങ്ക് യു. അപ്പോൾ എൻ്റെ ഉമ്മാന്റെ പേരിൽ, ഉമ്മാന്റെ പേരെന്തായിരുന്നുള്ളത് നമ്മൾ എന്തായിരുന്നാലും കാത്തിരുന്ന് കേൾക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പലരോടും അമാര ഉമ്മാഹെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ,
അതെന്താണ് ഒരുപാട് ഉമ്മമാരെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം? അത് ഈ കഥാപാത്രത്തിന്റെ ഒന്നുമില്ല, ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ അച്ഛന്റെ മരണശേഷം അമ്മയെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളാണ്. അതായത് അമ്മ ആരാണെന്ന് അറിയാതെ വളർന്നിട്ടുള്ള ഒരാളാണ് ഹമീദ്. അച്ഛന്റെ മരണശേഷം ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് യത്തീമല്ല എന്ന് തെളിയിക്കണം, കല്യാണം കഴിക്കണം, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു അമ്മയെ അന്വേഷിച്ച് ഇറങ്ങുന്ന ആളാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഫണ്ണായിട്ടാണ് തുടങ്ങുന്നതും ഒരു അവസാനം വരെ പോകുന്നതെങ്കിലും ഇതിന്റെ ഇടയിൽ ഭയങ്കര സ്ട്രോങ്, ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സ്ട്രോങ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിന്റെ അമ്മയും മകനും തമ്മിലുള്ള ആ ബോണ്ടിങ് തന്നെയാണ്. തീർച്ചയായും അത് പക്ഷെ ഒരിക്കലും ഈ ഒരു മറ്റേ യൂഷ്വൽ ആയിട്ടുള്ള ഒരു അമ്മ മകൻ ബന്ധം അങ്ങനെ വാത്സല്യം അങ്ങനെയല്ല. അതിനേക്കാൾ അപ്പുറത്തൊരു ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളിലാണ് ഇവരുടെ അടുപ്പ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക. അങ്ങനത്തെ ഒരു എന്താ പറയാ അമ്മയും മകനുമാണ്. പക്ഷെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ കെമിസ്ട്രി എങ്ങനെയാണ് ടോവിനോയായിട്ട്? എന്നോടാണ് അല്ല, മകനും അമ്മയും തന്നെയാണ്. പിന്നെ അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ സാധാരണ ഒരമ്മയുടെ ആറ്റിറ്റ്യൂഡല്ല, അതിലാണ് വ്യത്യാസം. സാധാരണ അമ്മ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ദേഷ്യപ്പെടുന്ന അമ്മമാരുണ്ടാവാം, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇത് മകൻ എത്ര പ്രായമുണ്ടോ അതേ രീതി പെരുമാറുന്ന ഒരമ്മ. അതിലൊട്ട് കുറവൊന്നുമില്ല. മകനായി പോയതുകൊണ്ട് പ്രത്യേക പരിഗണനയൊന്നുമില്ല. ഒരു മുട്ടായി വാങ്ങിച്ചാൽ ഒരെണ്ണം നിനക്ക് ഒരെണ്ണം എനിക്ക്, എന്റെ മോനായതുണ്ടെന്ന് കുറച്ചുകൂടെ അവന് പിച്ചു കൊടുക്കുക, എന്നിട്ട് അങ്ങനെയൊന്നുമില്ല. കറക്റ്റായിട്ട് നിനക്ക് എന്ത് കാര്യമായിട്ട് അതേപോലെ എന്റെ കാര്യം ഞാനും നോക്കും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു അമ്മയാണ്. പക്ഷേ ഈ സിനിമയിലത്തെ ക്യാരക്ടേഴ്സിനെല്ലാം ഈ കറക്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, അത് വരയ്ക്കപ്പെട്ടിട്ടുണ്ട്, ഇവരൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് ക്യാരക്ടർ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇന്ന സവിശേഷതകളുള്ള ആൾക്കാരാണ് എന്നുള്ളത്. ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫൈൻഡ് ആണ്. ആ കഥാപാത്രത്തിനെ നമ്മളത് അതിൻ്റെ എല്ലാ സംഗതികളും ഉൾപ്പെടെ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോകുന്നത് പോലെ. പാവയ്ക്ക കഴിക്കും, എന്തിനാ പാവയ്ക്ക കഴിക്കുന്നത്, അത് കുറച്ച് ക്യാരറ്റ് പോലെ മധുരിച്ചിരുന്നൂടെ എന്ന് പാവയ്ക്കോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതിനെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ് എന്ന് പറയുന്ന കൂട്ട് നമ്മൾ അതുമായിട്ടൊക്കെ യോജിച്ച് പോകും. തീർച്ചയായിട്ടും അമ്മമാർക്കും ഇഷ്ടപ്പെടും, മക്കൾക്കും ഇഷ്ടപ്പെടും, രണ്ടും വേണമല്ലോ ഒരു ഫാമിലി കിടക്കുന്നു. കാത്തിരിക്കുകയാണ് തീർച്ചയായും ആ അമ്മയ്ക്കും മകനും വേണ്ടിയിട്ട്, ഉമ്മയ്ക്കും മകനും വേണ്ടിയിട്ട്. സ്പോട്ട് ഡബിങ്ങുമായിട്ട് ഇനി അടുത്തത് വരാൻ പോകുന്നു വിജേഷ്. ലെറ്റ്സ് വെൽക്കം വിജേഷ്. ഇന്നാർക്കും വേണ്ടി വിജേഷ്? വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തില് സലീമേട്ടൻ, അൽ കമലാസനൻ. അൽ കമലാസനൻ അല്ലേ? നേരെ സ്പോട്ടിലോട്ട് വെക്കോ, ഇവിടെ വിഷയമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. അൽ വഹാദി ദിലാപത്ത് മൗലാന, ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്താ ഇത് വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നു. മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്കിരിക്കട്ടെ. ഇതുപോലെ വളവള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടു ഉണ്ടമ്പൊരു ഒരു പാലും വെള്ളോ കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചതാണ് നീ. അൽക്കുൽത്ത് കരാമി, നീ ക്യാഷ് എന്താണെന്ന് കണ്ടിട്ടാ? പേർഷ്യയില് പാല് വെക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ പക്രുവ. ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുടിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാടാന്നറിയുന്നത്. ആ ഷേക്കിന് എണ്ണമറ്റ എണ്ണക്കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1 ലക്ഷം പ്രഭുവാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസനൻ എന്നാണ് വിളിക്കാറ്. അല്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനോ സ്പ്രേയിങ്? ആ നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നടിക്കണം, അല്ലെങ്കിൽ നീ പറഞ്ഞു. ഞാൻ പണ്ട് കട്ടവും കട്ടത്തിന്റെയുമായി കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനൻ അല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അസർബൈജാൻ. സ്പോട്ട് ഡബിങ്ങില് എപ്പോഴും നമ്മൾ ആ ഇതിനകത്ത് മാത്രം ലോസ്റ്റ് ആയി അവിടെയുള്ള ആളിനെ മറന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് വീണ്ടും ഉണ്ടായി വിജേഷ്. സത്യം പറയാം, ഈ ചെയ്യുന്ന ആളെ നമ്മൾ മറന്നു പോകുന്നൊരു സമയമുണ്ട്.
അതാണ് എന്താ വെച്ചാൽ ഇങ്ങോട്ട് നോക്കാനേ തോന്നില്ല, അവിടെ സിനിമ ആടുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യണത് അല്ലേ? അത്രക്ക് പെർഫെക്ഷൻ, ഒരു രക്ഷയില്ല. ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിരുന്നു, പക്ഷേ സിനിമയിൽ കൂടി ഈ സ്പോട്ട് ഡബിങ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാനേ തോന്നില്ല. എന്തിനാണ് അല്ലേ ആ ഒരു ബ്രേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യും. അത്രക്ക് പെർഫെക്റ്റ്. ശരിക്കും ഇവിടെ ഒരാളുള്ളത് വിട്ടുപോയി, ഇവിടെ ഒരാൾ വന്ന് പറയാം, അത്രയും പക്ക. എന്താ പറയുന്നത്, ഇത് ഒടുവിലുണ്ട് കൃഷ്ണൻ എന്ന നടൻ, അദ്ദേഹത്തിന് വലിയ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, സത്യമായിട്ട് ഒരിക്കൽ സൂചിപ്പിച്ചപ്പോഴാണോ, ഞാൻ കുറേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അടുപ്പിച്ച് കണ്ടു, ഒരു അവാർഡും കിട്ടിയില്ലല്ലോ ഇതുവരെ ഉണ്ണിയേട്ടൻ ആലോചിക്കും. ചെത്തുകാരനായിട്ട് വന്നാൽ അത് ഒടുവിലുണ്ട് കൃഷ്ണൻ എന്ന വ്യക്തിയെ നമ്മൾ മറന്നുപോകും. അതങ്ങനെ ഒരാളാ നാട്ടിലുണ്ടായിരുന്നു. പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പശുവിനെ തേടി നടക്കുന്ന ഒരു കഥാപാത്രം പൊന്മുട്ടയിടുന്ന താറാവ് ചെയ്തു. ആ ഗ്രാമത്തിലുള്ള ഒരാൾ വന്നതുപോലെ നമുക്ക് തോന്നിയുള്ളൂ. ഒരു നടനായിട്ട് പ്രത്യേകം ആരും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന എല്ലാ സിനിമകളിലും ആ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം മാത്രമേ അറിഞ്ഞുള്ളൂ. അത് വലിയൊരു കഴിവാണ്. പക്ഷെ നടൻ വേറിട്ട് നിന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സലീം കുമാർ സംസാരിക്കുന്ന ആ സീൻ ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു സംഗതി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് കണ്ണു കിട്ടാതെ ഇരിക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുകയാണ് ചെയ്തത്. കാര്യം എന്താ വെച്ചാൽ ശരിക്കും പുള്ളി വല്ലതും പറയുന്നതാണോ അതോ നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ചുമ്മാ നമ്മളെ പറ്റിക്കുന്നതാണോ? അത്രയും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. വിജേഷേ 100/100 കേട്ടോ. തീപ്പൊരി എന്നൊക്കെ പറയുള്ളൂ. ഇത് ഇത്രയും ലെങ്ത് ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ സലിമേട്ടൻ പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡബ് ചെയ്യാനായിട്ട് കുറേ പ്രാവശ്യം ടേക്ക് എടുത്ത് കാണും. ഇത് സലിമേട്ടൻ കാണുമ്പോൾ പോലും അത്ഭുതപ്പെട്ടു പോകും. കാര്യം എന്ത് രസമായിട്ട് ചെയ്തു, ഒരു സാധനം പോലും അതിൽ കളയാനില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങളൊക്കെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഗ്യാരണ്ടിയാണ്. ഞങ്ങളുടെ കോമഡി ഉത്സവത്തിലെ നല്ല വിലയുള്ള രത്നങ്ങളാണ് ഇവരൊക്കെ. ഓക്കെ, താങ്ക് യു. വിജേഷേ ഒന്നും പറയാനില്ല. സെബോളിൽ ഗ്ലിസറിൻ ബോഡി ലോഷൻ വണ്ടർലയിലേക്ക് പോകാനുള്ള പാസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് വിജേഷ്. എല്ലാവരും ഒരു ഉഗ്രം കൈ. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, സെബോൾ ആൻഡ് ഗ്ലിസറിൻ ബോഡി ലോഷൻ, മൈമോ ലൈവ് ആൻഡ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലയിൽ. ഇനി മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്തുന്നു അജോഷ് ആൻഡ് മൻസൂർ. അജോഷ് ദുബായിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ദുബായിൽ നമ്മുടെ അവിടുത്തെ ഓഡിഷനിൽ പങ്കെടുത്ത് വിജയിച്ച വ്യക്തിയാണ് അജോഷ്. മൻസൂറെ എവിടെയാണ് വീട്? ഓച്ചിറയാണ്. എന്ത് ചെയ്യുന്നു ഇവിടെ? ബിസിനസ് ആണ്, ചെറിയൊരു ബിസിനസ് ഉണ്ട്. അത് ശരി, എന്തിന്റെ? മെറ്റൽസിന്റെ. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ മിമിക്രിയും കൊണ്ടു നടക്കുന്നു. അപ്പോ എന്തൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? ശ്രീനിവാസൻ, കൊച്ചുപ്രേമൻ, ജാഫർ. ആഹാ, അജോഷേ എന്തോ ദുബായിൽ എവിടെ വർക്ക് ചെയ്യുന്നത്? ദുബായിലല്ല, ഷാർജയിലാണ്. ഷാർജയിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? അവിടെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? ഞാൻ എന്റെ നാട് ഒന്ന് പറഞ്ഞോടെ. പിന്നെ മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള ചിറക്കൽ എന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പോ എന്റെ ലിസ്റ്റില് മലയാളത്തിന്റെ നിത്യവസന്തം പ്രേം നസീർ, ശിവജി ഗുരുവായൂർ, KP ഉമ്മർ. വെരി ഗുഡ്. മൻസൂറിന്റെ നമ്പർ പറയൂ. 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. കുമാർ സാർ പെട്ടുപോയല്ലോ. പാടിക്കോ കുമാർ സാറിന്റെ പാട്ട്. तुझे देखा तो ये जाना सनम കൊല്ലരുത് കേട്ടോ. ഓക്കെ അജോഷ് നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ആഹാ, മര്യാദക്കല്ലേ ട്രോൾ അവിടെ നിന്ന് വന്നോളൂ. ചെയ്തോ. ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് എനിക്ക് 2 വയസ്സുള്ളപ്പോ കിട്ടിയതാണ്. ഓക്കെ മൻസൂർ നമ്പർ പറയും. 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. എവിടെന്നൊക്കെയോ പാട്ടുകാർ മാത്രം ഇറങ്ങി വരുന്നുണ്ട്. ഉദിത് നാരായണൻ. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചെട്ടിയടിച്ചാട്ടെ, ലിറിക്സ് അറിയത്തില്ല. ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തി വെച്ച് കാലാകാലത്തേക്ക് ഒന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്.
അയ്യോ. അല്ല അതല്ല കേട്ടോ, എനിക്ക് ലിറിക്സ് അറിയില്ല, ബാക്കി സൗണ്ട് ഒക്കെ പെർഫെക്റ്റ് ആണെന്നുള്ളത്. അജോഷ് നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. പൃഥ്വിരാജ്. എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രയെ, നീ ആരടി? നീ എന്നതാടി വിചാരിച്ചേ? ഞാനങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ അങ്ങ് കെട്ടുത്തൂങ്ങി ചാകുന്നോ? അത് പണ്ട് കാലം. ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. കുഴപ്പമില്ലാതെ പോയതാണ്. ഓക്കെ, ലാസ്റ്റ് നമ്പർ മൻസൂർ. 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ശ്രീനിവാസ് ലിസ്റ്റിലുള്ളതാണ്, കേൾക്കാം. അമ്മാമേ അമ്മാമേ, നിക്ക്. എൻ്റെ പുതിയ കഥ. ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറക് വെട്ടുകാരൻ. അയാൾക്കൊരേ ഒരു മകൾ സുമതി, 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ്. അനീതി കണ്ടാൽ എതിർക്കും. ജനങ്ങൾക്ക് ഏത് കാര്യത്തിനും മുന്നിൽ കാണും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലെണ്ണയാണ്. എല്ലാറ്റിലുപരി ഈ തയ്യൽക്കാരൻ ഒരു നോവലിസ്റ്റുമാണ്. നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. എന്ത് പൊന്ന് സ്ഥിതിച്ച് ഒരു പിന്നെ ഇവിടെ തന്നെ പറഞ്ഞു അടിച്ചു ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. യോഗല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി. രണ്ടുപേരുടെ 3 നമ്പറുകൾ കഴിഞ്ഞു. ടിൻചേട്ടനെ സ്വാഗതം ചെയ്യാം. മൻസൂറിന്റെ ലിസ്റ്റിൽ ഇനി 2 പേർ അല്ലേ? 2 പേരുടെ കൊച്ചുപ്രേമൻ. ഈ സ്കൂളിരിക്കുന്നത് എൻ്റെ അധികാര പരിധിയിലാണെന്ന് അറിയാമല്ലോ. എന്നിട്ടാണ്ടോ എന്നോട് ചോദിക്കാതെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയത്? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും, തന്നെ വണ്ടി കയറിയൊക്കെ പൊക്കൂ. ഞാനിവിടുത്തെ ബാക്കാച്ചി പിള്ളേരെ പഠിപ്പിച്ചോളാം. അല്ലേ പിന്നെ ടീച്ചറിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോക്ക? പിള്ളേര് പറയുന്നത് മുണ്ടസേവിയുടെ അനിയൻ ഒരു ഹറാം പറപ്പ്. ഇക്ക കോളനി കയറി എന്നെ പൊക്കുവെന്ന് പറഞ്ഞാ ഇച്ചിരി ചടങ്ങാ. ആദ്യമായിട്ട് പ്രേം നസീർ. അദ്ദേഹം പറയാൻ പോകുന്ന ഡയലോഗ് പൃഥ്വിരാജിന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു കാളിയൻ എന്ന ചിത്രത്തിലെ ടീസർ. അത് പ്രേം നസീർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു? അടവ് പഠിപ്പിച്ചത് ആ ഇരവിയാണ് തമ്പുരാനെ. നായ്ക്കരണപ്പടയിൽ ആൺബലം ഇനിയും ഉണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. ഒറ്റക്കൊന്നോ 100 പക്ഷേ തിരുമലക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും നടത്തിയിട്ട് ഞാൻ മടങ്ങൂ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുക്കുന്ന വാക്കാണിത്. ഞാൻ കാളിയൻ. ശിവജി ഗുരുവായൂർ അദ്ദേഹത്തിന്റെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സിലെ ഡയലോഗ്. അശോകരാജനെ പോലെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എല്ലാം സംവിധായകന്റെ കഴിവാണെന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ആ കണ്ണുകളിൽ അഗ്നി, ആ നടത്തം, ആ സംസാര ശൈലി, എന്തിനേറെ പറയുന്നു അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മളെയൊക്കെ ഏറെ ത്രസിപ്പിച്ചിട്ടുണ്ട്. കെ പി ഉമാർ അദ്ദേഹം ലാലേട്ടന്റെ ഒടിയൻ അടുത്ത് റിലീസാകാൻ പോകുന്ന ഒടിയനിലെ ആ ടീസർ കെ പി ഉമ്മർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടോ നോക്കാം. കാലമേ നന്ദി. കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന്, എന്റെയും തേൻകുറിശിയുടെയും സംഭവബഹുലമായ കാലഘട്ടത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതിന് ഈ മാണിക്കൻ അല്ല ഊടിയൻ മാണിക്കൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് കളി. ഓ ഊടിയൻ, ഊടി ഊടി ഊടിയൻ, ഓ ഊടിയൻ, ഊടി ഊടി ഊടിയൻ. മൻസൂറെ, തന്നെ കൊണ്ട് പൊക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം രൂപത്തിലും കൂടി സാമ്യമുള്ള സംഭവങ്ങളാണ്. ജാഫ്രിക്കയുടെ ഒഴിച്ച് മറ്റത് 2 ഉഗ്രനായിരുന്നു. ജാഫ്രിക്ക നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ അനുകരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ആ പോയിന്റിലേക്ക് എത്താനുണ്ടെന്ന് തോന്നി.
അത് ശ്രമിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മറ്റേത് രണ്ടെണ്ണം ഉഗ്രനായിരുന്നു. അസലായി. അജോഷ് അസലായിട്ടാ. ഷാർജയിൽ നിന്ന് ഇവിടം വരെ എത്തിയതിന് ആദ്യം നന്ദി അർപ്പിക്കുകയാണ്. ചെയ്തതെല്ലാം നന്നായിരുന്നു. ക്രിയേറ്റിവിറ്റിയും കൂടി ഉണ്ട്. ഒരാൾ അനുകരിക്കുന്ന മാത്രമല്ല, നിങ്ങളുടേതായ ഒരു ക്രിയേഷൻ, നിങ്ങളുടേതായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ട്. കസ്റ്റം മെയ്ഡ് എന്നൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കസ്റ്റം മെയ്ഡ് ആയിരുന്നു. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഹരീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും? നന്നായിട്ടുണ്ട്, അടിപൊളി. കഴിഞ്ഞു കഴിഞ്ഞു നോക്കണ്ട, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എന്നോട് ചോദിച്ചാൽ ഇത് തന്നെ വീണ്ടും ചേച്ചി രസമുണ്ട്. എനിക്ക് ഈ കമന്റ് വരുമ്പോ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നിസ്സംഗരായിട്ട് നിൽക്കാൻ പറ്റും? അതാ ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ തലതല്ലി ചിരിക്കുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണെന്നുള്ള ആ നിപ്പിന് കൊടുക്കണം കേട്ടോ കയ്യിൽ. പിന്നെ കടൽ കടന്നെത്തി ഇങ്ങനൊരു പ്രോഗ്രാമിന് ഐശ്വര്യമുള്ളൊരു വേദി കിട്ടി എന്ന് പറയാൻ ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഡിയൻസ് കാണുന്നൊരു ഷോ ആണ് അല്ലേ. ലക്ഷക്കണക്കിനല്ല കോടാനുകോടി ആൾക്കാർ കാണുന്ന ഷോ ആണ്. അപ്പോൾ അതിൽ ആ വേദിയിൽ 1 മിനിറ്റ് നിന്നാൽ പോലും അതിൻ്റേതായ ഐശ്വര്യവും എലൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ അല്ലേ. ഒരു ലേഡി ആർട്ടിസ്റ്റിൻ്റെ പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഉള്ള അമ്പരപ്പൊന്നുമില്ല, അടിച്ചു വിട്ടു ഉടനെ. അതാണ്. നന്നായിരുന്നു, നന്നായിരുന്നു, രണ്ടുപേരും നന്നായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങള് ഇവർ ചെയ്ത പലതും നിങ്ങൾ ട്രോൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അവർ പ്രിപ്പയർഡ് അല്ലാതെ വന്നിട്ട് പോലും അത്യാവശ്യം മാന്യമായിട്ട് അത് ചെയ്തു. നന്നായിരുന്നു. അവര് പ്രിപ്പയർ ചെയ്ത് വന്ന് ഗംഭീരമായിട്ട് ചെയ്തു, മറ്റേത് അത്യാവശ്യം മാന്യമായിട്ട് ചെയ്തു. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ശമ്പളം കിട്ടാൻ വേണ്ടിട്ട് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഒരു വേദി കിട്ടി. കാര്യം എന്റെ അറിവിൽ തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ അറിവിൽ തന്നെ കുറെ പേർക്ക് ഈ ഒരു വേദിയിൽ വന്നതിന് ശേഷം അവരുടെ ഒരു ടാലന്റ്, കാര്യം നമുക്ക് എപ്പോഴും ടാലന്റ് ഉള്ള പലർക്കും ഉണ്ടായി പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രകടിപ്പിക്കാൻ ഒരു വേദി കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വേദി കിട്ടി, ഇനി വെച്ചടി കയറ്റങ്ങളും ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പരമാവധി എന്താ പറയുക വിജയങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. രണ്ടുപേരും ഗംഭീരമായി. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഈ ട്രോളിൽ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പല ഉത്സവപ്പറമ്പം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജാഫ്രിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ജാഫ്രിക്ക പണ്ട് എന്നെ ഫർഗീസിന് ഡയലോഗ് എടുക്കും, അടിച്ചു താരാടാ നിന്നെ ആണ്ടവനോ സേഡ്ജിയോ. അപ്പോൾ ഇവിടുന്ന് സേഡ്ജി എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ജാഫ്രിക്ക പെട്ടെന്ന് താങ്ക് യു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. അപ്പോൾ നേരെ തിരുമേനി ഈ പച്ചൻ പള്ളക്കുടത്തിൽ പോയിട്ടുണ്ടോ, ഒന്നെ പുറത്തു നിർത്തും, നീ പോയിട്ടുണ്ടോടാ ഇന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് രക്ഷപ്പെട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെന്തായാലും അതിനൊരു ക്ലാസ്സാണ് നമുക്ക് ഇവിടെ തന്നത്. പിന്നെ ഞങ്ങളെയൊക്കെ ഒരു പ്രവാസി മലയാളികൾ എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ ഒരുപാട് വളർത്തിയിൽ ഒരുപാട് പങ്കുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് പ്രോഗ്രാം ചെയ്യണം അവിടുന്ന്. അപ്പം അന്ന് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് അൻസൂർ എടുത്ത എല്ലാ സ്റ്റാർട്സും നല്ലതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഉമ്മർ ഓഡിയൻ ചേഞ്ച് ചെയ്തതും അത് രണ്ടും അതിൻ്റെ ഒരു തിങ്ക് നല്ലതായിരുന്നു. ഓക്കെ, അടിപൊളി, സൂപ്പർ. രണ്ടുപേർക്കും സെബിളിൻ്റെ ഗ്ലിസൺ ബോഡി ലോഷൻ, ഒപ്പം രണ്ടുപേർക്കും വണ്ടർലയിൽ പോകാനുള്ള പാസ്. ഇതായിട്ട് വരുന്നുട്ടോ, വേറെ പാസ് വരും. ഇന്ന് നമുക്ക് എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തുടക്ക ദിവസം മുതൽ നമ്മളോടൊപ്പം ഉള്ള ഉർവശേഷിയുണ്ട്. ഉർവശേഷിയാണ് നമ്മുടെ കോമഡി ഉത്സവം തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടൊവി എന്ന് പറഞ്ഞ ഫാമിലി മെമ്പറാണ്. നമ്മൾ എത്രയോ നാളായിട്ട് ആഗ്രഹിച്ച ഹരീഷ് കണാരൻ ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ കാര്യക്കാർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. 2 വർഷമായി കോമഡി ഉത്സവം തുടങ്ങി. ഈ 2 വർഷത്തിനിടയിൽ ഇപ്പം 320 എപ്പിസോഡ് കടന്നു. ആദ്യം മുതൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരോടൊക്കെ നന്ദിയുണ്ട്. ഒരു അമ്മ നമ്മളടുത്ത് ആവശ്യപ്പെട്ടു, ആദ്യം മുതൽ നമ്മളെ കാണുന്നതാണ് ഈ വേദിയിലൊന്ന് വരണം. അമ്മയാണ് ഉമ്മയാണ്? അമ്മ. ഇന്ന് എന്തായിരുന്നാലും എൻ്റെ ഉമ്മാന്റെ പേര് സിനിമയുടെ സമയത്ത് ഈ അമ്മയും കൂടി ഇവിടെ പ്രസന്റ് ചെയ്യാണ്. കോമഡി ഉത്സവത്തിന്റെ സ്വന്തം രാജം. അമ്മ, കോമഡി ഉത്സവം എപ്പോ തൊട്ട് കണ്ടു തുടങ്ങി? ഇത് തുടങ്ങിയപ്പം മുതൽ കണ്ടു തുടങ്ങിയതാ. അമ്മ എല്ലാ പരിപാടിയും കാണാറുണ്ടോ? അപ്പൊ എല്ലാ പരിപാടിയും ഫ്ലവേഴ്സിന്റെ മിക്കതും കാണാറുണ്ട്. കൂടുതൽ ഈ കോമഡി ഒക്കെയാണ് കാണാൻ ഇഷ്ടം. ആണോ? നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും പറയും. എല്ലാവരും എനിക്കിഷ്ടം. നമ്മുടെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. തിരിച്ചേട്ടനെയാ? തിരിച്ചേട്ടൻ ഒരു ഡയലോഗാണ് ഇപ്പൊ പറഞ്ഞേട്ടാ, വന്ന് ചെവി പറഞ്ഞു. കേട്ട് അമ്മ പറഞ്ഞോ, കേക്കട്ടെ. എന്താ തിരിച്ചേട്ടാ ചെവി പറഞ്ഞേ?
ഞാൻ പറയൂല. എന്താണെന്ന് എന്താ കൊടുക്കണ കാര്യം പറഞ്ഞ കുഴപ്പമില്ല. പോട്ടെ, അടുത്തത്. പിന്നെ ആ അറ്റത്തിരിക്കണ ആളോ? നല്ലൊരു ഒത്തിരി അക്ഷരം കൂട്ടി പാട്ടൊക്കെ പാടുന്നല്ലേ, പ്രചോദല്ലേ പ്രചോദ. പിന്നെ ബീജക്കൂട്ടനാണെങ്കിൽ ഒന്നും പറയാനില്ല. ഉർവശി ചേച്ചിയുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതല്ലേ? പിന്നെ ഉർവശിയുടെ ഞാൻ നേരത്തെ മുതലേ കാണുന്നതല്ലേ, നേരത്തെ മുതലേ ഫാൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ. അമ്മക്ക് എത്ര വയസ്സായി? എന്തിനാ? ചുമ്മാ അറിയട്ടെ, കല്യാണം ആലോചിക്കണം. ഇനിയോ എൻ്റെ വയസ്സനവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എൻ്റെ വയസ്സനവിടെ വീട്ടിലുണ്ട് കേട്ടോ. ആണല്ലേ? എത്രയമ്മ? 78. 78 വയസ്സായി. നമുക്ക് ആലോചിക്കുമ്പോഴേ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാർ നമ്മളിത് കണ്ട് രസിക്കുന്നു എന്നുള്ളത് നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യം. അമ്മ ഇവിടോട്ട് വരാനായിട്ട് ഒരുപാടായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു, അതെന്താ സംഭവം? എനിക്കിവിടെ വന്നൊന്ന് ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അത് അവസാനം ആരടുത്ത് പറഞ്ഞു? അശ്വതി നമ്മുടെ അടുത്തല്ലേ താമസിക്കുന്നത്. പിന്നെ അശ്വതിയുടെ അമ്മ എൻ്റെ നാട്ടുകാരത്തി തന്നെ, തിരുവല്ലായ. അശ്വതിയുടെ അമ്മ തിരുവല്ലാക്കാരത്തിയാ, ഭർത്താവിൻ്റെ അമ്മ. ഞാനും തിരുവല്ലായ, എൻ്റെ നാട്ടുകാരത്തെ കരയായിരുന്നു. അങ്ങനെ നമ്മുടെ ആങ്കർ അശ്വതി ഇല്ലേ, അശ്വതിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടണം കോമഡി ഉത്സവത്തിൽ വന്നു. അങ്ങനെയല്ലേ അമ്മ പറഞ്ഞേ? ഇല്ല, അമ്മ ഒരു പാട്ട് പാടും. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. തൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. അസലായിട്ട് പാടിയല്ലേ ഒരു ചേച്ചി? അമ്മ നല്ല പാട്ടുകാരി ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്റ്റേജിൽ കയറി രണ്ടുപേരും പാടാൻ പറഞ്ഞ ഇല്ല, ഇപ്പോഴല്ല, ഒച്ച ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എസ്കേപ്പ് ചെയ്യുന്നു. നന്നായി അമ്മേ, സൂപ്പറായിരുന്നു, സൂപ്പർ. എല്ലാരും ഒരു ഉഗ്രം കൈഡി കൊടുത്താൽ മതി. സെബോളിന്റെ ഒരു ഹാമ്പർ ഉണ്ട്, ഗ്ലിസറിൻ ബോഡി ലോഷൻ. വണ്ടർലായി പോയി എല്ലാ റൈഡിലും കയറി കറങ്ങിട്ട് വരണം കേട്ടോ. ഇപ്പൊ കൊടിയിറക്കത്തിനായിട്ട് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഗസ്റ്റിനെയും നമ്മുടെ കാര്യക്കാരെയും എല്ലാവരെയും ചേർത്ത് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഓൾ ഓഫ് ദം. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാല് നിങ്ങളെ ഇവിടെ എല്ലാവരും കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഹരീഷാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഉള്ളത്. ബാക്കി രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പക്ഷെ കോമഡി ഉത്സവത്തിൽ നമുക്ക് എപ്പോഴും നമുക്ക് വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇവരെ കൊണ്ടുവരണം, ഇവരെ എങ്ങനെയും കോമഡി ഉത്സവത്തിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളിലേക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോട്ടോ വന്നത്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് ഈ ആളല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ സോങ് ഒന്ന് കാണാം അല്ലേ? ഇത് ഏതിലെ പാട്ടാ? ഗപ്പിയിലെ പാട്ടാ അല്ലേ? ആണല്ലേ? അതെ. എന്നാലേ ദാ ഇങ്ങോട്ട് നോക്കിയേ. ഞാനിപ്പോ താടി വെക്കാത്തതിന് നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഞാനും ടൊവിനോകൾ. നമ്മൾ ആ ഗ്രൂപ്പിൽ ഈ ഫോട്ടോ ഇട്ടിട്ട് ഇത് ടൊവിനോ അല്ല എന്ന് പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഒരുപാട് പേര്, അച്ഛൻ്റെ എല്ലാ ഫാൻസും അതേപോലെ തന്നെ കറക്റ്റായിട്ട്
എന്നെയും അതേപോലെ തന്നെ ആ ഒരു സ്ഥാനത്തിൽ തന്നെയാണ് കറക്റ്റായിട്ട് എന്നെയും കാണുന്നത്. ഓഹോ, എവിടെ പോയാലും സെൽഫീസും പിന്നെ അതേപോലെ തന്നെ അച്ചായന്റെ അതേ ഇമിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. സൗണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോണ്. പിന്നെ ഞാനിവിടെ നിൽക്കണ്ടല്ലോ. പക്ഷെ ഈ ബൈക്കിലെ വീഡിയോ എടുത്താരാപ്പോ ആ ഫോട്ടോ ആക്ച്വലി ചെറിയൊരു ഫെയിലിയറിന്റെ ഭാഗമായിട്ടാണ് ഞാൻ താടി വളർത്തുന്നത്. ഹരീഷ് കണാറിന്റെ സൗണ്ടും ടോവിനോന്റെ ഫിഗറും കേട്ടോ. കോഴിക്കോടാണ് അല്ല, പാലക്കാട്. എന്നിട്ട് അങ്ങനെ താടി വളർത്തിയത് ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ അതൊക്കെ ലവ് ഫെയിലിയർ. അതിനകത്ത് ഒരു വിഷമം ഘട്ടത്തിലാണല്ലോ ഈ താടി ഇങ്ങനെ വളർത്തുന്ന ഗപ്പിയിൽ. അതൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ പെങ്ങളാണ് പറഞ്ഞ് ഫ്രീ ആയിട്ട് മൈൻഡ് മാറണമെന്നുണ്ടെങ്കിൽ ടിക്ടോക്ക് ചെയ്യണമെന്ന്. അപ്പൊ ടിക്ടോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റത്തെ വീഡിയോ തന്നെ വൈറലായി പോയി. ആണല്ലേ? ഫസ്റ്റ് അപ്പൊ ഇതാണോ ചെയ്തത്? അതെ, ഗപ്പിയാണ് ചെയ്തത്. അതെ, അതിന്റെ കട്ട ഫാനും കൂടിയാണ് ഞാൻ. തീർച്ചയായും. അല്ല, ഇമിറ്റേഷൻ ഇസ് ദ സിൻസിയറസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി എന്നാണ് പറയുക. അതിനപ്പുറത്തേക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. ആരാധകനായിട്ട് മാത്രം ആണോ ഇനി അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ ഞാൻ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചായന്റെ അനിയനായിട്ടായിരിക്കും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആ സമയത്ത് താടി എടുക്കാം. അല്ല, അത്രയും സിമിലാരിറ്റി ഉണ്ട് നിങ്ങളുടെ, പ്രത്യേകിച്ച് ഈ താടിയും കൂടി വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. നമ്മളത് പറഞ്ഞത് നമ്മൾ ഒരുപാട് അടുത്ത് ചർച്ച ചെയ്തൊരു കാര്യമാണ്. നിങ്ങളെല്ലാരും കണ്ടല്ലേ? പേരെന്താണെന്ന് പറഞ്ഞില്ല. സുധീഷ് കൃഷ്ണ എന്നാണ് പേര്. എന്ത് ചെയ്യുന്നു സുധീഷ്? ഞാനിവിടെ മാർക്കറ്റിംഗ് മാനേജറാണ് കൊച്ചിയിൽ. ഇവന്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ടൊവിനോ ആണെന്ന് പറഞ്ഞ് പല മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മീഷനൊക്കെ എവിടെയെങ്കിലും പോയി നിന്നാൽ തന്നെ നമ്മൾ ആക്ച്വലി ആ പുള്ളി അല്ലേ എന്ന് ചോദിച്ച് നമ്മളെ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം കൂടെ നമ്മൾ തെറ്റായിട്ടുള്ള രീതിക്കൊന്നും ഇന്നേ വരെ പോയിട്ട് വരുന്നില്ല. അച്ചായന് ചെറിയൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സെയിം ഞാനും അച്ചായനുമായിട്ടുള്ള ഞാൻ അത് മേടിച്ചോട്ടെ പ്ലീസ്. ഇവര് ഇളക്കം സിനിമയില് ദിലീപേടൻ ചോദിക്കുന്ന പോലെ നമ്മൾ ആരാച്ചാ ഞാൻ. താങ്ക്സ് ലോട്ട് സുധീർ. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് കേട്ടോ. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ളതും നമ്മുടെ അടുത്ത് ഒരുപാട് പേര്. തീർച്ചയായിട്ടും നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നത് ഒരു ആക്ടർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അല്ലേ? അവര് ഇഷ്ടപ്പെടുന്ന ആക്ടർ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു സന്തോഷം. ഈ എന്റെ ഉമ്മാന്റെ പേര് എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആക്ട്രസ് ആയിട്ട് ഞാൻ കുറേ നാളിന് ശേഷം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്ത ഒരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് പേഴ്സണലായിട്ടത് എൻ്റെ സിനിമയാണെന്നുള്ളൊരു സ്വാർത്ഥതയുണ്ട് എനിക്ക്. പിന്നെ വളരെ നല്ലൊരു കോമ്പിനേഷൻ. ഞാൻ ഈ ജനറേഷനിൽ ഏറ്റവും സെൻസിബിളായിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ടൊവിയെ തമാശയൊക്കെ പറയും, എൻ്റെ കൊച്ചനിയനാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ സ്ക്രിപ്റ്റിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ക്രിയേറ്റീവായിട്ടുള്ള നല്ല സജഷൻ തരാൻ അറിവുള്ളൊരു ആക്ടറാണ്. കാരണം ഒരു ഡയറക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം ടൊവിക്ക് നമ്മുടെ സീൻ നന്നാക്കണമെന്നുള്ള സ്വാർത്ഥതയേക്കാൾ കൂടുതൽ സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആക്ടർ. അത് ഈ അപൂർവ നടന്മാർക്കേ അതുണ്ടാവുള്ളൂ. കാരണം തെറ്റല്ല, ഞാൻ നായകനായി കഴിയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സീൻസ് ഉണ്ടാവണം, ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്ന് സ്വാഭാവികമായിട്ടൊരു ആഗ്രഹം തോന്നും. പക്ഷേ ബുദ്ധിയുള്ളൊരു നടൻ തൻ്റെ സിനിമകൾ കൂടുതൽ വിജയമാകണം, അതിലെന്തൊക്കെ എലിമെന്റ് ചേർക്കണമെന്ന് ചിന്തിക്കും. അതൊരു ബുദ്ധിയായിട്ടല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ടൊവിക്കതുണ്ട്. അല്ല, ബേസിക്കലി എന്താണെന്ന് വെച്ചാല്, അതായത് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ തോന്നുക അല്ലേ? ഇപ്പോൾ ഞാൻ നന്നായി ഫുൾ സീനിലും ഞാൻ ഉണ്ടായിട്ടും സിനിമ വിജയിക്കാത്തതും, ഞാൻ ഒരു സീനിൽ വന്നു പോകുന്നതാണെങ്കിലും ആ സിനിമ വലിയ വിജയം ആയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന ആ ഒരു സീനിലായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമയ്ക്കകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് കോമ്പറ്റീഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു വലിയ ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സാധനം പൊക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് പൊക്കുന്നവനും അപ്പുറത്തുനിന്ന് പൊക്കുന്നവനും കോമ്പറ്റീഷൻ അല്ല, അവർ ഒരുമിച്ചാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ടീം വർക്കാണ്. ടീമിനകത്ത് കോമ്പറ്റീഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റു സിനിമകളുമായിട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇതുപോലുള്ള, ഇപ്പൊ എനിക്ക് ഹരീഷേട്ടനാണെങ്കിലും ഋഷി ചേച്ചി ആണെങ്കിലും മാമുക്ക ആണെങ്കിലും സിദ്ദിഖാണെങ്കിലും ഇവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് ആ പ്രോസസ്സ്. ഈ അഭിനയത്തിന്റെ ഇടയ്ക്കുള്ള ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഓരോ ഷോട്ടിനിടയ്ക്കുള്ള, ആ ഷോട്ടിലാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ആത്മബന്ധം, അതാണ് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഈ പറയുന്ന കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം. ഹരീഷ് മാത്രം പറഞ്ഞില്ല. അല്ല, എനിക്കാണെങ്കിലും വെറും കോമഡി മാത്രമല്ലാതെ കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടം, നല്ല ക്യാരക്ടർ.
രണ്ട് നായകന്മാരാണെന്ന് പറയാം. അങ്ങനെയാണ്. പിന്നെയാണ് സെക്കൻഡ് ഹാഫ് ട്രാവലാണ്. പക്ഷെ അതുവരെയും പടം കൊണ്ടുപോകുന്നതിൽ ഹരീഷേട്ടനും ഞാനും ഒരുമിച്ചാണ് എല്ലാ സീനിലും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളാണ് അല്ലേ, ഒരു 90% സീനും ഫസ്റ്റ് ഹാഫിലെ 90% സീനും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഹമീദ് എന്ന് പറയുന്ന ആൾ ഇത്തിരി ഒരു പേടിത്തോണ്ടൊരു പാവത്താനൊക്കെ ആണെങ്കിലും അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് ഹമീദിന് സപ്പോർട്ടായിട്ട് ഫുൾ ടൈം നിൽക്കുന്നത് ബീരാനാണ്. ബീരാന്റെ ട്രാക്ക് വേറെ ഉണ്ട്. ബീരാൻ ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പൊ ഡാൻസ് ഉണ്ട് ഇതിനകത്ത്. ഡാൻസ് ചെറിയൊരു പഠിക്കുന്നൊരു ഇത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതായത് കോമഡി ഉത്സവം ഹൈലി റെക്കമെൻഡ് ചെയ്ത് അല്ലെ ചേട്ടാ പറയുകയാണ്. എൻ്റെ ഉമ്മാന്റെ പേര് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പോയി കാണുക, വിജയിപ്പിക്കുക. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആത്മബന്ധമുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഇറക്കുന്ന നല്ലൊരു ചിരിക്കാനുള്ള നല്ല മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കും. അപ്പോ അടുത്ത ഉത്സവത്തിന് കാണാം. ടീം വർക്കിന്റെയും സ്പിരിറ്റിന്റെയും കാര്യം പറയാൻ പറ്റിയ ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അടുത്ത ഉത്സവത്തിന് കാണും വരെ പ്രജേട്ടാ ടേക്ക് കെയർ ആൻഡ് ബൈ. Yeah.